9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ ലാസ്റ്റത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്ക്. ഈ വർഷത്തെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ്. വളരെ ചെറിയ കാൽക്കുലേഷൻ മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് മാത്രം പഠിച്ചാൽ മതി. വളരെ കുറച്ച് കാൽക്കുലേഷൻ കൊണ്ട് ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടോപ്പിക്ക് ആവറേജ് അല്ലെങ്കിൽ ശരാശരി. എന്താണ് ആവറേജ് എന്ന് കേട്ടിട്ടുണ്ടോ? An average is a single number or value that best represents a set of data. എന്താ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്? ഒരു കൂട്ടം ഡാറ്റയെ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ സംഖ്യ അല്ലെങ്കിൽ മൂല്യമാണ് എന്ത്? ശരാശരി അല്ലെങ്കിൽ ആവറേജ്. അതായത് നമുക്ക് ഒരു കൂട്ടം നമ്പേഴ്സ് അല്ലെങ്കിൽ ഡേറ്റകൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനെല്ലാം റെപ്രസെന്റ് ചെയ്യാനായിട്ട് എല്ലാത്തിനെയും പൊതു ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സംഖ്യ അല്ലെങ്കിൽ മൂല്യം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. ഒന്നോടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ നമ്പർ ഗോട്ട് ബൈ ഡിവൈഡിങ് എ സം ബൈ ദ നമ്പർ ഓഫ് ടൈംസ് ഈസ് കോൾഡ് ആവറേജ് ഇൻ ഓർഡിനറി ലാംഗ്വേജ്. അതായത് ആവറേജ് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞത്, ആ നമ്പേഴ്സിന്റെ സമ്മിനെ അല്ലെങ്കിൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഏത്? ആവറേജ് എന്ന് പറയുന്നത്. നോർമൽ ലാംഗ്വേജിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയും. In the more technical language of mathematics, it is called arithmetic mean or simply the mean. മാത്തമാറ്റിക്സിൽ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന ആവറേജിനെ എന്തെന്ന് വിളിക്കുന്നു? മാധ്യം അല്ലെങ്കിൽ മീൻ എന്ന് വിളിക്കുന്നു. അതായത് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മാധ്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞേ? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം അല്ലെ? തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മാധ്യം എന്ന് വിളിക്കുന്നത്. താഴെ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ. 10 ഓവറുകളിൽ ഒരു ബാറ്റ്സ്മാൻ അടിച്ച റണ്ണാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ ഓവറിലും ആവറേജ് എത്ര റൺസ് അടിച്ചു അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക, മാധ്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എങ്ങനെ മാധ്യം കണ്ടുപിടിക്കുന്നതെന്നാ പറഞ്ഞേ? സമ്മിനെ നമ്പർ ഓഫ് ടൈംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? ഇവിടെ എത്ര ഓവറിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? 10 ഓവറിലെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതായത് നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ എണ്ണം എത്രയാണ്? 10 എണ്ണമാണ്. ഇനി ഡേറ്റയുടെ സമ്മ് കണ്ടുപിടിക്കണ്ടേ? സമ്മിനെയല്ല എണ്ണം കൊണ്ട് ഹരിക്കേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ എന്താ? റൺസിനെ കുറിച്ചാണ് അല്ലെ? അപ്പൊ റണ്ണാണ് നമ്മുടെ ഡേറ്റ. ഡേറ്റയുടെ സമ്മ് കണ്ടുപിടിക്കണമല്ലോ. അതായത് ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? 5, 6, 5, 7 ഇതെല്ലാം ആഡ് ചെയ്യണ്ടേ? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ് ആണ് എന്ത്? ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ? സം ഓഫ് ഡേറ്റ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്, നമ്പർ. സം ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റണ്ണുകളാണ് അല്ലെ? അപ്പൊ റണ്ണിന്റെ എല്ലാം കൂടെ സമ്മ് കണ്ടുപിടിക്കണം. ഓരോ ഓവറിൽ കിട്ടിയ റണ്ണുകളുടെ എല്ലാം കൂടെ സമ്മ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? ഈ റണ്ണുകളെല്ലാം കൂടെ കൂട്ടണം അല്ലെ? 5 + 6 + 5 + എക്സെട്ര അങ്ങനെ 10 ഓവറിൽ കിട്ടിയിരിക്കുന്ന റണ്ണുകളെല്ലാം കൂടെ ആഡ് ചെയ്യണം. സമ്മ് കണ്ടിട്ട് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? എത്ര ഓവറിലെ കാര്യം പറഞ്ഞിരിക്കുന്നത്? 10 ഓവറിലെ കാര്യം. അതായത് ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തേ എത്ര കിട്ടും? 70 അല്ലെ? 70 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 70 ഡിവൈഡ് ബൈ 10 7 കിട്ടും അല്ലെ? 7 റൺസ്. അതായത് ഇവിടെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മാധ്യം എത്രയായിട്ട് കിട്ടി? 7 ആയിട്ട് കിട്ടി അല്ലെ? 7 റൺസ്. അതായത് ഓരോ ഓവറിലും ആവറേജ് എത്ര റൺ വെച്ച് ആ ബാറ്റ്സ്മാൻ അടിച്ചെടുത്തു? 7 റൺ വെച്ച് അടിച്ചെടുത്തു അല്ലെ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡേറ്റയുടെ ആവറേജ് നമുക്ക് എത്രയായിട്ട് കിട്ടി? 7 റൺസ് ആയിട്ട് കിട്ടി. ഇവിടെ നമ്മൾ ഈ ഡേറ്റയുടെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്തല്ലേ? തന്നിരിക്കുന്ന ഡേറ്റയുടെ സമ്മ് അല്ലെങ്കിൽ തുക കണ്ടുപിടിച്ചു. അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തു? നമ്പർ ഓഫ് ടൈംസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് കിട്ടിയ മീൻ വാല്യൂവിന് അല്ലെങ്കിൽ മാധ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. എത്രയും മാധ്യമായിട്ട് കിട്ടിയത്? 7 ആണല്ലോ കിട്ടിയത്. അരിത്തമെറ്റിക് മീൻ ആയിട്ട് 7 ആണ് കിട്ടിയത്. ഇനി ഈ 7നെ കഴിഞ്ഞ് വലിയ നമ്പറുകൾ ഏതൊക്കെയാണ് ഇതിനകത്തുള്ളത്? അല്ലെങ്കിൽ ഏതൊക്കെ ഓവറിലാണ് 7 റൺസിൽ കൂടുതൽ അടിച്ചത്? 5ാമത്തെ ഓവറിൽ അടിച്ചല്ലേ? എത്ര റൺ എടുത്തു? 8 റൺസ് എടുത്തു. അതുപോലെ തന്നെ എവിടെയാ? 7ാമത്തെ ഓവറിലും എത്ര റൺസ് എടുത്തു? 8 റൺസ് എടുത്തു അല്ലേ? അടുത്തത് ഏതാ? 9ാമത്തെ ഓവറിൽ നോക്കിക്കേ, 10 റൺസ് എടുത്തില്ലേ? അത് 7 റൺസിനെ കഴിഞ്ഞും കൂടുതലാ അല്ലെ? 10ാമത്തെ ഓവറിലോ? അവിടെ 8 റൺസ് എടുത്തു. അത് 7നെ കഴിഞ്ഞും കൂടുതലാ. ഇനി എത്ര റൺസ് ഒക്കെ കൂടുതലെന്ന് നോക്കിക്കേ. 5ാമത്തെ ഓവറിൽ 8 റൺസ് എടുത്തു.
അതായത് നമ്മുടെ അരിത്തമെറ്റിക് മീനിനെ കഴിഞ്ഞും അല്ലെങ്കിൽ മാധ്യത്തെ കഴിഞ്ഞും എത്ര കൂടുതലാ? 1 റൺസ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ +1 കിട്ടും. +1. ഇനി 7ാമത്തെ ഓവറിലോ? അവിടെയും 8 റൺസ് എടുത്തേ അല്ലേ? അതായത് നമ്മുടെ മീൻ വാല്യൂവിനെ കഴിഞ്ഞും 1 റൺസ് കൂടുതലാ അല്ലേ? അത് കാരണം വീണ്ടും ഞാൻ +1 ഇട്ടു. അടുത്ത 9ാമത്തെ ഓവറിലോ? 3 റൺസ് കൂടുതൽ അടിച്ചു അല്ലേ? നമ്മുടെ അരിത്തമെറ്റിക് മീനിനെ കഴിഞ്ഞും 3 റൺസ് ആണ് കൂടുതൽ അടിച്ചത്. അതുകൊണ്ട് ഞാൻ +3 എന്നിട്ടു. അടുത്ത 10ാമത്തെ ഓവറിലോ? 1 റൺസ് കൂടുതൽ എടുത്തു അല്ലേ? അതായത് +1. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. മീൻ വാല്യൂവിനെ കഴിഞ്ഞും കൂടുതലുള്ളത് 4 ഓവറുകളില്ല അല്ലെ? 4 ഓവറുകളിൽ കൂടുതലുണ്ട്. ടോട്ടൽ എത്രയാണ് കൂടുതലുള്ളത്? 1, 2, 3, 2, 5, 5, 1, 6. ടോട്ടൽ എത്രയാണ് കൂടുതൽ വന്നിരിക്കുന്നത്? 6 റൺസ്. അതായത് എക്സസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എത്ര റൺസ് ആണ്? 6 റൺസ്. ഇനി ഏതൊക്കെ ഓവറിലാണ് കുറവ് റൺസ് എടുത്തിരിക്കുന്നത് നോക്കിക്കേ. 7 റൺസിനെ കഴിഞ്ഞും കുറവ് എടുത്തിരിക്കുന്നത്. 1ാമത്തെ ഓവറിൽ 5 റൺസ് എടുത്തിട്ടുള്ളൂ അല്ലേ? അതായത് 2 റൺസ് കുറവല്ലേ നമ്മുടെ അരിത്തമെറ്റിക് മീനിനെ കഴിഞ്ഞും? അതിനെ ഞാൻ -2 എന്ന് എഴുതി. 2ാമത്തെ ഓവറിലോ? 6 റൺസ് എടുത്തിട്ടുള്ളൂ അല്ലേ? നമ്മുടെ അരിത്തമെറ്റിക് മീൻ എത്രയായിരുന്നു? 7 റൺസ് ആയിരുന്നു. അതായത് 1 റൺസ് കുറവാണ് ആ ഓവറിൽ എടുത്തിരിക്കുന്നത് അല്ലേ? അതിന് ഞാൻ -1 എന്ന് എഴുതി. 3ാമത്തെ ഓവറിലോ? വീണ്ടും 2 റൺസ് കുറവാ. കാരണം 5 റണ്ണല്ലേ എടുത്തിട്ടുള്ളൂ. അതായത് നമ്മുടെ അരിത്തമെറ്റിക് മീനിനെ കഴിഞ്ഞും 2 റൺസ് കുറവാണ്. 4ാമത്തെ ഓവറിൽ കൃത്യമാണ് 7 തന്നെ എടുത്തിട്ടുണ്ട്. 6ാമത്തെ ഓവറിലോ? 6 റൺസ് എടുത്തിട്ടുള്ളൂ. അതായത് 1 റൺസ് വീണ്ടും കുറവാണ്. 8ാമത്തെ ഓവറിൽ 7 റൺസ് കൃത്യം അരിത്തമെറ്റിക് മീൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് കുറവ് വന്നിരിക്കുന്നത് എത്രയാ? ടോട്ടൽ എത്രയാ കുറവ് വന്നിരിക്കുന്നത്? ഇവിടെ 2, 2, 1, 3, 3, 2, 5, 5, 1, 6 അല്ലെ? 6 റൺസ് ആണ് കുറവ് വന്നിരിക്കുന്നത്. അതായത് ഡെഫിസിറ്റ് എത്രയാണ്? 6 റൺസ്. ഈ എഴുതിയിരിക്കുന്ന 2 കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ നോക്കിക്കേ. കോമൺ ആയിട്ടുള്ള പ്രത്യേകത എക്സസ് കൂടുതൽ എത്ര റൺസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്? 6 റൺസ് അല്ലെ? അരിത്തമെറ്റിക് മീനിനെ കഴിഞ്ഞും കൂടുതൽ വന്നിരിക്കുന്നത് 6 റൺസ് ആണ്. കുറവ് വന്നിരിക്കുന്നതോ? കുറവ് വന്നിരിക്കുന്നു 6 റൺസ് അല്ലെ? അതായത് പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക് മീനിനെ കഴിഞ്ഞും കൂടുതലുകൾ നോക്കിയാലും കുറവുകൾ നോക്കിയാലും അതെപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അരിത്തമെറ്റിക് മീൻ എപ്പോഴും എവിടെ നിൽക്കുന്ന സംഖ്യയാണ്? കൃത്യം നടുക്ക് നിൽക്കുന്ന സംഖ്യയാണ് അല്ലെ? എല്ലാ നമ്പറുകളെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ വാല്യൂവിനെയാണല്ലോ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിന്റെയും പ്രത്യേകത ഇതിനകത്ത് വേണോ അല്ലെ? അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മാധ്യമായിട്ട് നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ എടുക്കത്തില്ല, വലിയ നമ്പർ എടുക്കത്തില്ല. എല്ലാത്തിന്റെയും നടുവിൽ നിൽക്കുന്ന ഒരു സംഖ്യ ആയിരിക്കണം എന്ത്? അരിത്തമെറ്റിക് മീൻ. അതല്ലേ ഇവിടുന്ന് മനസ്സിലാകുന്നത്? 7നെ കഴിഞ്ഞും കൂടുതലുകൾ വന്നേക്കുന്നത് എല്ലാം കൂടെ നമ്മൾ കൂട്ടി, കുറവുകൾ വന്നേക്കുന്നത് എല്ലാം കൂടെയും കൂട്ടി. അത് 2 ഈക്വൽ ആണല്ലോ. അതായത് 7നെ കഴിഞ്ഞും വലിയ സംഖ്യകളും ചെറിയ സംഖ്യകളും എപ്പോഴും ഒരു ബാലൻസിലാണ് നിൽക്കുന്നത് അല്ലെ? അരിത്തമെറ്റിക് മീൻ എപ്പോഴും എവിടെയായിരിക്കും? നേരെ സെന്ററിലായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെറിയ പോർഷനിൽ. അടുത്ത നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ? ഈ ടേബിളിൽ നിന്ന് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ആ ടേബിളും ഇതുമായിട്ട് എന്താ ഡിഫറൻസ് ഉള്ളത്? ആദ്യത്തെ ആ ടേബിൾ എന്തായിരുന്നു? 10 ഓവറുകൾ എറിഞ്ഞു, ആ ഓരോ ഓവറിലും കിട്ടിയ റൺസുകളായിരുന്നല്ലേ കൊടുത്തത്. അങ്ങനെയാണോ ഇവിടെ? ഓരോ ദിവസത്തെ വേതനവും ജോലിക്കാരുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ജോലിക്കാരുടെ ഓരോ ദിവസത്തെ കൂലി കൊടുത്തിട്ടുണ്ട് അല്ലേ? 675 രൂപ കിട്ടുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് അവിടെ ഉള്ളത്? അല്ല അല്ലെ? എത്ര പേരുണ്ട്? 8 പേരുണ്ട്. 730 രൂപ കിട്ടുന്ന ഒരാൾ മാത്രമാണോ? അല്ല, 4 പേരുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഓരോരുത്തരുടെയും ഡേറ്റ അല്ല കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ ഓരോ ഓവറിൽ കിട്ടുന്ന റൺസ് അല്ലേ കൊടുത്തിരുന്നേ? ഇവിടെ ഓരോരുത്തരുടെ ആണോ കൊടുത്തേക്കുന്നത്? അല്ല അല്ലെ? 8 പേരുടെയാണ് കൊടുത്തിരിക്കുന്നത്. 4 പേർക്ക് എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട്? 730 രൂപ വെച്ച് കിട്ടുന്നുണ്ട് അല്ലെ? വീണ്ടും 4 പേർക്ക് 755 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. 3 പേർക്ക് 780 രൂപ കിട്ടുന്നുണ്ട് അല്ലെ? ഒരാൾക്ക് 840 രൂപയും കിട്ടുന്നുണ്ട്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് എന്നാ? ആദ്യത്തത് ഓരോ ഓവറിൽ കിട്ടുന്ന റൺസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഓരോരുത്തരുടെ കൂലിയാണോ പറഞ്ഞേക്കുന്നേ? അല്ല അല്ലെ? 8 പേർക്കും എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട്? 675 രൂപ വെച്ച് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ? അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു സമ്മിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡേറ്റകളുടെ എല്ലാം സമ്മ് കണ്ടുപിടിക്കണം അല്ലെ? ഇവിടെ എന്താ ഡേറ്റ ആയിട്ട് കൊടുത്തിരിക്കുന്നത്?
ഓരോ ദിവസവും കിട്ടുന്ന കൂലിയാണ് ഡേറ്റ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡേറ്റയുടെ സം കണ്ടുപിടിക്കാനായിട്ട് ഈ ഡെയിലി വേജുകൾ മാത്രം അല്ലെങ്കിൽ ഈ കൂലികൾ മാത്രം കൂട്ടിയാൽ മതിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 675 പ്ലസ് 730 പ്ലസ് 755 അങ്ങനെ ചെയ്താൽ മതിയോ? അങ്ങനെ ചെയ്താൽ നമുക്ക് സമ്മ കിട്ടുമോ? ഇവിടെ ഞാൻ വീണ്ടും പറയാം, 675 രൂപ വെച്ച് കിട്ടുന്ന എത്ര പേരുണ്ട്? 8 പേരുണ്ട് അല്ലെ. 730 രൂപ വെച്ച് കിട്ടുന്നതോ 4 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മാത്രം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര രൂപ കൂലിയായിട്ട് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഈ 8 പേർക്കും എത്ര രൂപ വെച്ച് കൊടുക്കണം? 675 രൂപ വെച്ച് കൊടുക്കണം. അതായത് 675 പ്ലസ് 675 പ്ലസ് അങ്ങനെ 8 പ്രാവശ്യം കൂട്ടിയിട്ടുണ്ടെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ 8 പേരുടെ മാത്രം കൂലി കിട്ടുള്ളൂ. പിന്നെ ഇവിടെ 4 പേരുടെ മാത്രം വേറെ കിടപ്പുണ്ട് അല്ലെ. അതായത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ, ആവർത്തി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തോണം? ഈ 8 പേരുടെ കൂലി ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 675 രൂപ വെച്ച് 8 പേർക്ക് കൊടുക്കണം അല്ലെ. അതായത് 675 ഇൻറ്റു 8 ചെയ്യുക. അതുപോലെ തന്നെ 730 ഇൻറ്റു 4 ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? 675 രൂപ വെച്ച് 8 പേർക്ക് കൊടുക്കേണ്ട കൂലി കിട്ടത്തുള്ളൂ അല്ലെ. നമുക്കൊന്ന് ഗുണിച്ചു നോക്കിയാലോ. 675 ഇൻറ്റു 8. 8 5 40 0. 7 56 4 60 0. 6 8 48 6 54. 5400. 5400. അതായത് 675 രൂപ വെച്ച് 8 പേർക്ക് കൊടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 5400 രൂപ കൊടുക്കണം അല്ലെ. അതുപോലെ തന്നെ 730 രൂപ വെച്ച് 4 പേർക്ക് കൊടുക്കണമെങ്കിലോ 730 ഇൻറ്റു 4. 4 ഇൻറ്റു 0 0. 4 3 12. ശിഷ്ടം 1. 7 4 28 1 29. 2920 രൂപ. അടുത്തത് 755 രൂപ വെച്ച് 4 പേർക്ക് കൊടുക്കണമെങ്കിലോ 755 ഇൻറ്റു 4. 4 20 0. ശിഷ്ടം 2. 4 20 2 22. ശിഷ്ടം 2. 7 4 28. 28 2 30. എത്ര കിട്ടും? 3020. അടുത്തത് 780 രൂപ വെച്ച് എത്ര പേർക്ക് കൊടുക്കണം? 3 പേർക്ക് കൊടുക്കണം അല്ലെ. 780 ഇൻറ്റു 3. 3 ഇൻറ്റു 0 0. 3 24. ശിഷ്ടം 2. 3 21. 21 2 23 അല്ലെ. 2340 രൂപ. അടുത്ത 840 രൂപ വെച്ച് എത്ര പേർക്ക് കൊടുത്താൽ മതി? ഒരാൾക്ക് കൊടുത്താൽ മതി അല്ലെ. അതായത് 840. ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? 675 രൂപ വെച്ച് കൂലിയുള്ള 8 പേരുടെ ആകെ കൂലി കിട്ടി അല്ലെ. 5400. 730 രൂപ വെച്ച് എത്ര പേർക്ക് കൊടുക്കണം? 4 പേർക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വരും? 2920 രൂപ. അങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? ആകെ എത്ര രൂപ കൂലി കൊടുക്കണം എന്ന് കണ്ടുപിടിക്കണം അല്ലെ. അതാണ് സം എന്ന് പറയുന്നത്. അതായത് ഈ കോളത്തിന്റെ സം കണ്ടുപിടിക്കണം അല്ലെ. അതൊന്ന് കൂട്ടിക്കേ. ഒറ്റയുടെ സ്ഥാനത്ത് എല്ലാം 0 അല്ലെ. 0 0 2 2 2 4 4 4 8 8 4 12. അതിന് 2. ശിഷ്ടം 1. 4 1 5 5 9 14. 14 0 14. 3 17. 8 25. അതിന് 5. ശിഷ്ടം 2. 5 2 7. 7 2 9. 9 3 12. 14. ടോട്ടൽ എത്ര കിട്ടി? 14520 രൂപ കിട്ടി അല്ലെ. ഇപ്പോൾ ടോട്ടൽ എത്ര രൂപ കൂലിയായിട്ട് കൊടുക്കണം? 14520 രൂപ കൊടുക്കണം അല്ലെ. അതായത് ഇവിടുത്തെ സമ്മ എത്രയെന്ന് കിട്ടി? 14520. നമ്മുടെ ഡേറ്റയുടെ ആകെ സമ്മ അതാണ് എത്ര കിട്ടിയത്? 14520. ഇനി ഡിവൈഡഡ് ബൈ നമ്പറും കൂടെ ചെയ്യണമല്ലോ. അതായത് എത്ര പേരുടെ ഡേറ്റ ഈ പറഞ്ഞിരിക്കുന്നത്? എത്ര ജോലിക്കാരുടെയാ? ഇവിടെ 8 പേര്, 4 പേര്, 4 പേര്, 3 പേര്, ഒരാള് അല്ലെ. അതായത് ടോട്ടൽ എത്ര പേരുടെയാ? 8 4 12. 12 4 16. 16 4 20. ടോട്ടൽ എത്ര പേരുടെയാണ്? 20 പേരുടെ. 20 പേരുടെ ഡേറ്റയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? ടോട്ടലുള്ള 20 ജോലിക്കാർക്ക് ആകെ കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനമാണ് എത്ര? 14520. ഇനി മീൻ കണ്ടുപിടിക്കണമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സം എത്രയായിരുന്നു? 14520 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20. 0 നമുക്ക് ക്യാൻസൽ ആക്കി കളയാം അല്ലെ. ഇനി ബാക്കി ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1452
ഡിവൈഡഡ് ബൈ 2. 14 7 പ്രാവശ്യം അല്ലേ? 7 2 14. കുറച്ച് കഴിയുമ്പോൾ 0, 5 ഇറക്കി എഴുതി. 5-നകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. 2 2 4, ശിഷ്ടം 1. 2 ഇറക്കി എഴുതല്ലേ? ഇപ്പൊ 12-ൽ 2 6 പ്രാവശ്യം. 6 2 12. റിമൈൻഡർ 0 അല്ലേ? ഇവിടെ എത്ര കിട്ടി? 726 രൂപ. ഈ ഡാറ്റയുടെ മീൻ വാല്യൂ അല്ലെങ്കിൽ മാധ്യം എത്രയായിട്ട് കിട്ടി? 726 രൂപ എന്ന് കിട്ടി അല്ലെ? അപ്പോൾ ശരാശരി അല്ലെങ്കിൽ ആവറേജ് ഒരു ജോലിക്കാരന് ഒരു ദിവസം എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട്? 726 രൂപ വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻസി തന്നിരിക്കുന്ന അല്ലെങ്കിൽ ആവർത്തി തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ എങ്ങനെയാണ് മീൻ വാല്യൂ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓരോ ഫ്രീക്വൻസിയിലും ഉള്ളതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. അതിനുശേഷം അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ഡേറ്റയുടെ സം കണ്ടുപിടിക്കുക. ദെൻ ടോട്ടൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? സമ്മിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? മീൻ വാല്യൂ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടല്ലോ. ദ അരിത്തമെറ്റിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈസ് ബിറ്റ്വീൻ their മിനിമം ആൻഡ് മാക്സിമം. ഏത് സംഖ്യകളുടെയും മാധ്യം എന്ന് പറയുന്നത് അവയിൽ ഏറ്റവും ചെറുതിനും ഏറ്റവും വലുതിനും ഇടയിലാണ്. ശരിയല്ലേ? നോക്കിക്കേ, നമ്മുടെ മീൻ വാല്യൂ എത്രയായിട്ട് കിട്ടിയത്? 726 ആണല്ലേ? 726 കഴിഞ്ഞും കുറച്ച് വേതനം കിട്ടുന്ന അല്ലെങ്കിൽ ഡെയിലി വേജ് കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ. 675 കിട്ടുന്നവരുണ്ടല്ലേ? 675 കിട്ടുന്ന 8 പേരുണ്ട്. ഇനി ഇതിനെ കഴിഞ്ഞും കൂടുതൽ കിട്ടുന്നവരോ? ബാക്കിയുള്ളവർക്കെല്ലാം 726 കഴിഞ്ഞും കൂടുതലാണല്ലേ? 730 കിട്ടുന്നവരുണ്ട്, 755 കിട്ടുന്നവരുണ്ട്, 780 കിട്ടുന്നവരുണ്ട്, അങ്ങനെയൊക്കെ കിട്ടുന്നവരുണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം? മീൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ ഏറ്റവും ചെറുതിനും അതായത് 675-നും ഏറ്റവും വലുതിനും അതായത് 840-നും ഇടയിലായിരിക്കും. മീൻ വാല്യൂ അതിനിടയിലല്ലേ കിടക്കുന്നത്? 675-നെ കഴിഞ്ഞ് വലുതാണ് 726. അതിനെ കഴിഞ്ഞും കൂടുതൽ ഡേറ്റ ഇവിടെ ഉണ്ട്. ഏത്? 840. 840-നെ കഴിഞ്ഞും കുറവാണ് ഏത് കിടക്കുന്നത്? 726. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 675-നും 840-നും ഇടയിലാണ് ആര് വരുള്ളൂ? മീൻ വാല്യൂ അല്ലെങ്കിൽ മാധ്യം വരത്തുള്ളൂ. ഇത്രയും കാര്യമാണ് ആദ്യത്തെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളൂ. 2 രീതിയിലുള്ള ചോദ്യത്തിൽ നിന്ന് നമ്മൾ മീൻ വാല്യൂ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചല്ലേ? ആദ്യത്തെ എങ്ങനെയായിരുന്നു? ഓരോരുത്തരുടെയും ഡേറ്റ സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. രണ്ടാമതോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി തന്നിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ? 8 പേർക്ക് 675 രൂപ വീതം, 4 പേർക്ക് 730 രൂപ വീതം. ഓരോരുത്തരുടെ കാര്യമല്ലല്ലോ പറഞ്ഞത്, കുറച്ച് പേരുടെ കാര്യം ഒരുമിച്ചാണല്ലേ പറഞ്ഞത്. അതായത് ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി അവിടെ വന്നിട്ടുണ്ട് അല്ലെ? അതായത് ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി തന്നിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് മീൻ വാല്യൂ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ വീണ്ടും പഠിച്ചു. ഈ 2 കാര്യം മാത്രമേ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ, നന്നായിട്ട് തന്നെ പഠിക്കുക.